Welcome to BSc Main Physics, Semester 4, class number 24, Classical Mechanics, Unit 4, Collisions. Today, we start a new chapter, Collisions. From Classical Mechanics for a BSc Semester for Main Physics students, class number 24. So, at first we see what is called collision. Collision is also called impact. Collision is also called impact or scattering. What is collision? Collision, അതായത് ഈ കൂട്ടിമുട്ടൽ എന്ന് പറയും, ഇമ്പാക്റ്റ് എന്ന് പറയും, ഇമ്പാക്റ്റ് കൂട്ടിയിടിക്കുക എന്നുള്ള അർത്ഥം. അപ്പം അതിൻ്റെ മീനിങ് എന്താണോ, ഡെഫിനേഷൻ എന്താണെന്നോ ആദ്യം പറയുന്നത്. കൊളീഷൻ ഈസ് ഓൾസോ നോൺ ആസ് ഇമ്പാക്റ്റ് ഓർ സ്കാറ്ററിങ്. കൊളീഷൻ്റെ മറ്റു രണ്ട് പേരുകളാണ് ഇമ്പാക്റ്റ് അല്ലെങ്കിൽ സ്കാറ്ററിങ്. വാട്ട് ഈസ് ദി ഡെഫിനേഷൻ ഓഫ് കൊളീഷൻ? When two bodies move with different velocities in a line, they may collide each other. If they move in a straight line after collision, it is called direct impact. And if they move making an angle to each other, it is called oblique impact. അപ്പോൾ രണ്ട് വസ്തുക്കൾ കൂട്ടിമുട്ടുകയാണെങ്കിൽ അതിന് നമ്മൾ കൊളീഷൻ എന്നാണ് പറയുന്നത്. ഒരു നേർരേഖയിൽ സഞ്ചരിക്കുന്ന വ്യത്യസ്തമായ വെലോസിറ്റിയിൽ ഓപ്പോസിറ്റായിട്ടോ അല്ലെങ്കിൽ സെയിം ഡയറക്ഷനിലോ വ്യത്യസ്തമായ വെലോസിറ്റി സഞ്ചരിക്കുകയാണെങ്കിൽ വസ്തുക്കൾ കൂട്ടിമുട്ടാം. ഇപ്പോൾ പുറകെ വരുന്ന വസ്തുവിന് സ്പീഡ് കൂടുതലാണെങ്കിൽ മുന്നേ പോകുന്നതിന് അത് കൊളൈഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ രണ്ട് വസ്തുക്കൾ പരസ്പരം വന്ന് കൂട്ടിമുട്ടുന്നതിനെയാണ് നമ്മൾ കൊളീഷൻ എന്ന് പറയുന്നത്. ഇനി കൂട്ടിമുട്ടിയതിനു ശേഷം ഒരേ ദിശയിൽ പോവുകയാണെങ്കിൽ, സ്ട്രെയിറ്റ് ലൈൻ തന്നെ, ഒരു ദിശയല്ല സ്ട്രെയിറ്റ് ലൈൻ തന്നെ പോവുകയാണെങ്കിൽ അതിനെ നമ്മൾ ഡയറക്റ്റ് കൊളീഷൻ എന്നും, ഇനി ഇൻക്ലൈൻഡ് ആയിട്ട് പോവുകയാണെങ്കിൽ അതിന് ഒബ്ലിക് കൊളീഷൻ എന്ന് പറയും. അപ്പോൾ കൊളീഷനെ നമുക്കിവിടെ രണ്ടായിട്ട് പറയുന്നത്, ഒന്ന് ഡയറക്റ്റ് ഇമ്പാക്റ്റ്, രണ്ടാമത് ഒബ്ലിക് ഇമ്പാക്റ്റ്. ഒബ്ലിക് ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ കൊളീഷന് ശേഷം വസ്തുക്കൾ പ്രത്യേക ആംഗിൾ ഉണ്ടാക്കിയിട്ട് മാറിപ്പോകും. അപ്പോൾ രണ്ട് വസ്തുക്കൾ അവ വന്ന് കൂട്ടിമുട്ടുന്നതിനെ വിളിക്കുന്ന പേരാണ് കൊളീഷൻ. ഇനി നമ്മളിപ്പോൾ അറ്റോമിക് പാർട്ടിക്കിൾ, ന്യൂക്ലിയർ പാർട്ടിക്കിളിലേക്ക് വരുമ്പോൾ ഈ കൊളീഷൻ എന്ന് പറഞ്ഞാൽ മറ്റൊരു അർത്ഥമുണ്ട്. ഇപ്പോൾ ഒരു ന്യൂട്രോണും അല്ലെങ്കിൽ ഒരു പ്രോട്ടോണും ന്യൂട്രോണും കൊളൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവ തമ്മിൽ കോണ്ടാക്റ്റ്, ബോഡിലി കോണ്ടാക്റ്റ് വേണമെന്നില്ല. ഒന്നിൻ്റെ ഫോഴ്സ് മൂലം രണ്ടാമത്തെ പാർട്ടിക്കിൾ ഡിഫ്ലക്ട് ചെയ്ത് പോയാൽ അതിനെയും കൊളീഷൻ എന്ന് പറയും. ഇപ്പോൾ ന്യൂക്ലിയർ പാർട്ടിക്കിൾ അപ്രോച്ച് ചെയ്യുമ്പോൾ ശക്തമായ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ഓർ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് വരും. അവ തമ്മിലുള്ള ചാർജ് ഫോഴ്സ്, കൂളം ഇൻട്രാക്ഷൻ വരും. അപ്പോൾ കൂളം ഇൻട്രാക്ഷൻ മൂലം ഈ പാർട്ടിക്കിൾ വഴിമാറി പോവുകയാണെങ്കിൽ കൂട്ടിമുട്ടണമെന്നില്ല, അടുത്ത് വന്നാൽ മതി. വഴിമാറി പോവുകയാണെങ്കിൽ അതിനെയും കൊളീഷൻ എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ സ്കാറ്ററിങ്. ഇപ്പോൾ രണ്ട് വസ്തുക്കൾ, ഇപ്പോൾ ഫുട്ബോളൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ബില്യാർഡ് ബോളൊക്കെ ആണെങ്കിൽ പരസ്പരം കൂട്ടിമുട്ടുകയാണ്. ക്രിക്കറ്റ് ബോളും ബാറ്റും തമ്മിൽ കൊളീഷനാണ്. അപ്പോൾ അത് വലിയ വസ്തുക്കളുടെ കൊളീഷനാണ്. ഒരു ബസ്സും കാറും വലിയ വസ്തുക്കളുടെ കൊളീഷനാണ്. ഇനി മൈന്യൂട്ട് പാർട്ടിക്കിൾ, അറ്റോമിക് പാർട്ടിക്കിൾ, അവ കൂട്ടിമുട്ടാതെ തന്നെ പരസ്പരം ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് അവ ഡീവിയേറ്റ് ചെയ്താൽ, വരുന്ന വഴിയിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്താൽ അതിനെയും വിളിക്കുന്ന പേരാണ് കൊളീഷൻ. അപ്പോൾ കൊളീഷനെ നമ്മൾ ഇമ്പാക്റ്റ് എന്നോ അല്ലെങ്കിൽ സ്കാറ്ററിംഗ് എന്നോ വിളിക്കാം. ഇനി കൊളീഷൻ നമ്മൾ അവിടെ രീതി വെച്ചിട്ട് ഇങ്ങനെ വായിക്കാറുണ്ട്. കൊളീഷൻസ് ഡസ് നോട്ട് ഓൾവേസ് മീൻ ഡയറക്റ്റ് കോണ്ടാക്ട്. ഇപ്പം ഞാൻ പറഞ്ഞ അർത്ഥം ഇതാണ്, നേരിട്ടുള്ള ഒരു കോണ്ടാക്റ്റ് കൊളീഷന് അർത്ഥമില്ല. നേരിട്ടുള്ള കോണ്ടാക്റ്റ് വേണമെന്നില്ലെന്നർത്ഥം. നേരിട്ടുള്ള കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ കൊളീഷൻ എന്നാണ് പറയുന്നത്. ഇനി കോണ്ടാക്റ്റ് ഇല്ലാതെയും കൊളീഷൻ ആകാം. ഇറ്റ് ക്യാൻ ഓൾസോ മീൻ ദാറ്റ് ദ ബോഡീസ് എക്സെർട്ട് ഫോഴ്സസ് ഓൺ ഈച്ച് അതർ ടു ഡിസ്റ്റർബ് ദെയർ മോഷൻ. അവയുടെ മോഷനെ ഡിസ്റ്റർബ് ചെയ്യാൻ വസ്തുക്കൾ പരസ്പരം ഫോഴ്സ് അപ്ലൈ ചെയ്താലും അതിനെയും വിളിക്കുന്ന പേരാണ് കൊളീഷൻ. ഇനി അടുത്ത ടൈപ്സ് ഓഫ് കൊളീഷൻ, ഏതെല്ലാം തരം കൊളീഷൻ ഉണ്ടെന്നുള്ളതാണ്. കൊളീഷൻ ഈസ് ക്ലാസിഫൈഡ് ആസ് ഫോളോസ്. 3 തരത്തിലാണ് നമ്മൾ കൊളീഷനെ ബാധിക്കുകയാണ്. ഏതൊക്കെയാണ്? നമ്പർ 1, ഇലാസ്റ്റിക് കൊളീഷൻ. അപ്പോൾ ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറയുമ്പോൾ ഓർക്കേണ്ടത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷനാണ്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷൻ. നമ്പർ 2, ഇൻഇലാസ്റ്റിക് കൊളീഷൻ. ഇൻഇലാസ്റ്റിക് കൊളീഷൻ, ദ മീനിങ് ഈസ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ. നമ്പർ 3 ഈസ് റിയാക്ഷൻ. അപ്പോൾ കൊളീഷനെ നമ്മൾ 3ആയി തരംതിരിക്കും. അവയുടെ ഈ വെലോസിറ്റി അല്ലെങ്കിൽ രീതി വെച്ചിട്ട് നമ്മൾ 3ആയി തരംതിരിക്കും. ഒന്നാമത്തെ ഇലാസ്റ്റിക് കൊളീഷൻ, രണ്ടാമത്തെ ഇൻഇലാസ്റ്റിക് കൊളീഷൻ, മൂന്നാമത്തെ റിയാക്ഷൻ എന്ന് പറയും. ഓരോന്നും ഡെഫിനിഷൻ പഠിക്കണം, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാം. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഇലാസ്റ്റിക് കൊളീഷൻ, ഇൻഇലാസ്റ്റിക് കൊളീഷൻ ആൻഡ് റിയാക്ഷൻ. അങ്ങനെ ചോദിക്കാറുള്ളതാണ് ക്വസ്റ്റ്യൻ.
അപ്പോൾ നമ്മൾ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഒരു പടം വെച്ചിട്ടാണ് നമ്മൾ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇവിടെ നോക്കി, ഈ പടം നോക്കുക. ഈ പടത്തിൽ പിന്നെ M2 ഒരു പാർട്ടിക്കിളാണ്, M1 മറ്റൊരു പാർട്ടിക്കിളാണ്. അവ രണ്ടുമാണ് കൊളൈഡ് ചെയ്യുന്നത്. M2വിനെ നമ്മൾ ടാർഗറ്റ് എന്ന് പറയും. M2 മാസാണ്. പിന്നെ ഇൻസിഡൻറ്റ് പാർട്ടിക്കിളിനെ M1 അതിൻ്റെ മാസാണ്, അതിന് ഇൻസിഡൻറ്റ് പാർട്ടിക്കിൾ എന്ന് പറയും. അപ്പോൾ ഇൻസിഡൻറ്റ് പാർട്ടിക്കിളും ടാർഗറ്റും തമ്മിൽ കൂട്ടിമുട്ടുന്നതിനെ നമ്മൾ കൊളീഷൻ എന്ന് പറയും. കൂട്ടിമുട്ടിക്കഴിഞ്ഞാൽ ഒരു പാർട്ടിക്കിൾ, അപ്പോൾ രണ്ട് പാർട്ടിക്കിൾ ഡിസ്റ്റിങ്വിഷ് ചെയ്യാനായിട്ട് ഒന്നിൽ വരയിട്ടിട്ടുണ്ട് കേട്ടോ, ലൈൻ ഇട്ടിട്ടുണ്ട്. ആ ലൈൻ ഇട്ട പാർട്ടിക്കിൾ നമ്മൾ ഇങ്ങോട്ട് മാറും, അതായത് M4 ആയിട്ട് മാറും. മാസിന് ചെറിയ മാറ്റം ഉണ്ടാകും, അല്ലെങ്കിൽ മാസ് മാറ്റമെന്നല്ല, നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാൻ. കൊളീഷന് ശേഷം M2വിനെ നമ്മൾ M4 എന്ന് റെപ്രസെൻ്റ് ചെയ്യും. അതുപോലെ M1നെ നമ്മൾ M3 എന്ന് റെപ്രസെൻ്റ് ചെയ്യും. അപ്പോൾ മാസ് ചിലപ്പോൾ മാറാം, ചില കേസിൽ മാറത്തില്ല. അപ്പോൾ അത് തിരിച്ചറിയാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഈ മാസുകൾക്ക് സെപ്പറേറ്റ് സിമ്പൽ കൊടുത്ത് കാണിക്കുന്നത്. അപ്പോൾ ഇൻസിഡൻറ്റ് പാർട്ടിക്കിൾ M1 ആഫ്റ്റർ സ്കാറ്ററിങ് ഓർ ആഫ്റ്റർ കൊളീഷൻ the mass we represent as M3 using the shape of the particle. ലൈൻ ഇല്ലാത്ത സർക്കിളാണ്, ചെറിയ സർക്കിൾ. ടാർഗറ്റ് വി മാർക്ക് as M2 and after collision we mark the mass as M4. M4 is the recoil particle and M3 is a scattered particle. M1 is incident particle and M2 is target. Two angles are marked there, phi and alpha. Phi and alpha, two angles are marked. And you see, the first one is elastic collision. In elastic collision, M1 is M3. That is, mass of first particle remains same. M2 is M4. Mass of second particle will also remain same. That's the meaning. മാസിന് യാതൊരു മാറ്റവുമില്ല ഇലാസ്റ്റിക് കൊളീഷനിൽ. പിന്നെ എന്താണ് മാറ്റമില്ലാത്തത് നമുക്ക് നോക്കാം. Look here. Elastic collision is also known as elastic scattering. If the momentum and kinetic energy of the system are conserved, the collision is said to be elastic. മൊമെന്റത്തിന് മാറ്റമില്ല, കൈനറ്റിക് എനർജിക്ക് മാറ്റമില്ല എങ്കിൽ അതിനെയാണ് ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറയുന്നത്. മൊമെന്റം ബിഫോർ ഇമ്പാക്ട് ഈസ് ഈക്വൽ ടു മൊമെന്റം ആഫ്റ്റർ ഇമ്പാക്ട്. K ബിഫോർ ഇമ്പാക്ട് ഈസ് ഈക്വൽ ടു K ആഫ്റ്റർ ഇമ്പാക്ട്. അത്തരം കൊളീഷനെ നമ്മൾ ഇലാസ്റ്റിക് കൊളീഷൻ, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറയും. അത് നമ്മുടെ മെമ്മറിക്ക് വേണ്ടി നമ്മൾ ഇങ്ങനെ എഴുതും: P is constant, K is constant. P means linear momentum, K means kinetic energy. അപ്പോൾ ഏതെങ്കിലും കൊളീഷനകത്ത് P കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ K കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ഇലാസ്റ്റിക് കൊളീഷൻ. The collision between atomic and fundamental particles are more or less elastic. Elastic collision is illustrated in the diagram. അപ്പോൾ ഈ അറ്റോമിക് പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾ, ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ പോലെയുള്ള ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ്, അവയുടെ കൊളീഷനെ നമുക്ക് ഏറെക്കുറെ മോറോർലെസ് ഇലാസ്റ്റിക് ആണെന്ന് പറയാം. ഇലാസ്റ്റിക് കൊളീഷനാണ് നമ്മൾ ആ മുകളിലത്തെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. മാസ് M1 is M3, M2 is M4. അപ്പോൾ എന്താണ് ഇലാസ്റ്റിക് കൊളീഷൻ്റെ പ്രത്യേകത? മൊമെന്റം ഈസ് കൺസർവ്ഡ്, കൈനറ്റിക് എനർജി ഈസ് ഓൾസോ കൺസർവ്ഡ്. ഈ രണ്ടാമത്തെ കേസാണ് നമ്മൾ പറയുന്നത് ഇൻഇലാസ്റ്റിക് കൊളീഷൻ. ഇൻഇലാസ്റ്റിക് കൊളീഷൻ മീൻസ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ. അവിടെ സെയിം ഫിഗറാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ M3 നാളെ M4 ആയിട്ട് M3 M1 ആയിട്ട് കാണിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ഒരു സ്റ്റാർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു വേരിയേഷനാണ് കാണിക്കുന്നത്, ഒരു എനർജിയാണ് കാണിക്കുന്നത്. അതുപോലെ M4നെ നമ്മൾ M2 തന്നെ എഴുതും, പക്ഷേ ഒരു സ്റ്റാർ ഇട്ടിട്ടുണ്ട്. ആ സ്റ്റാർ എന്താണ്? അതിൻ്റെ കൂടെ അല്പം എനർജി കൊണ്ടെന്ന് കാണിക്കുകയാണ്. ആ സ്റ്റാർ ഡിനോട്ട് ചെയ്യുന്നത് എന്താണെന്ന് സൈഡിൽ കാണിച്ചിട്ടുണ്ട്. സ്റ്റാർ മീൻസ് എനർജി നോട്ട് കൺസർവ്ഡ്. അപ്പോൾ എനർജി അല്പം വ്യത്യാസം ഉണ്ടാകും എന്നുള്ളതാണ് ഈ രണ്ട് മാസുകൾക്കും നമ്മൾ സ്റ്റാർ കൊടുത്ത് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് പ്രത്യേകത? ഇവിടെ P കൺസർവ്ഡ് ആണ്, മൊമെൻ്റം കൺസർവ്ഡ് ആണ്, പക്ഷേ K നോട്ട് കൺസർവ്ഡ് ആണ്. അതാണ് വ്യത്യാസം. സോ യു സി ഇലാസ്റ്റിക് കൊളീഷൻ. In this collision, momentum of the system is conserved and K is not conserved. ഇപ്പോൾ K കൺസർവ്ഡ് അല്ല, അപ്പോൾ Kയ്ക്ക് മാറ്റം വരും എന്നാണ് അതിൻ്റെ അർത്ഥം. എക്സാമ്പിൾ, കൊളീഷൻ ബിറ്റ്വീൻ ബോഡീസ് ലൈക്ക് ബാറ്റ് ആൻഡ് ബോൾ. ബാറ്റും ബോളും, ക്രിക്കറ്റ് ബോളും ബാറ്റും തമ്മിലുള്ള കൊളീഷൻ ഇൻഇലാസ്റ്റിക് ആണ്. സിൻസ് K is not conserved, there is production of energy in the form of heat, sound, etc.
പന്ത് തട്ടുമ്പോൾ സൗണ്ട് ഉണ്ടാകും, അവിടെ വളരെ ചെറിയ രീതിയിൽ ടെമ്പറേച്ചർ മാറാം. അതുകൊണ്ട് നമ്മൾ പറയും കെയിൻ ഈസ് നോട്ട് കൺസർവ്ഡ്. ഇലാസ്റ്റിക് കൊളീഷൻ ഈസ് ഇല്ലസ്ട്രേറ്റഡ് ഇൻ ദ ഫിഗർ. ഇപ്പോൾ മുകളിലത്തെ പടത്തിൽ നമ്മൾ ഇലാസ്റ്റിക് ആണ്. അവിടെ ഇലാസ്റ്റിക് തിരുത്തണം, ഇലാസ്റ്റിക് കൊളീഷൻ ഈസ് റെപ്രസെൻറ്റ് എബവ് ഫിഗർ. ആ സ്റ്റാർ ആണ് വ്യത്യാസം കാണിക്കുന്നത്. ലാസ്റ്റ് സെൻറ്റൻസിൽ ഇലാസ്റ്റിക് ഇല്ല, ഇൻഇലാസ്റ്റിക് എന്ന് തിരുത്തുക. ഇനി അടുത്ത റിയാക്ഷൻ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ റിയാക്ഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്ന പടം നോക്കിയേ. ആ പടത്തിലുള്ള വ്യത്യാസം നമ്മൾ ഈ അവസാനം കാണിക്കുന്നത് M3 ഈസ് നോട്ട് ഈക്വൽ M1 എന്നാണ്. മറ്റേത് സ്റ്റാർ ആയിട്ടിരുന്നത്. മറ്റേതിൽ നമ്മൾ M3 7 എന്ന് പറയും, പക്ഷേ ഒരു സ്റ്റാർ എനർജി ഉണ്ടെന്ന് മാർക്ക് ചെയ്യാൻ. ഇവിടെ എന്താണ്? ഇവിടെ മാസ് തന്നെ മാറുകയാണ്, എനർജി ആയിട്ടല്ല, മാസ് തന്നെ മാറുകയാണ്. M3 ഈസ് നോട്ട് ഈക്വൽ ടു M1 ആൻഡ് M4 ഈസ് നോട്ട് ഈക്വൽ ടു M2. കൊളീഷന് ശേഷമുള്ള രണ്ടാമത്തെ മാസ് പുതിയ മാസമായിട്ട് മാറും, കൊളീഷന് ശേഷമുള്ള ഒന്നാമത്തെ മാസം പുതിയ മാസമായിട്ട് മാറും. അതിനെയാണ് ഇവിടെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. നിങ്ങൾ ഓർക്കണം, ഈ പടത്തിൽ 4 പാർട്ടികൾ കാണിക്കുന്നുണ്ട് എങ്കിലും ആക്ച്വലി 2 ഉള്ളു. ഒന്ന് ഇനിഷ്യൽ കൊളീഷൻ, മറ്റൊന്ന് ഫൈനൽ കൊളീഷൻ എന്നുള്ള ഓർക്കേണ്ടത്. അതായത് 4 പാർട്ടിക്കിൾ കൊളീഷൻ അല്ല, ഓൺലി 2 പാർട്ടിക്കിൾസ്. ചെറിയ സർക്കിളും ലൈനിട്ട വലിയ സർക്കിളും. അപ്പോൾ വലിയ സർക്കിൾ ആ മാസ് മാറും, ചെറിയ സർക്കിളിൻ്റെ മാസ് മാറും. അപ്പോൾ എന്താ റിയാക്ഷൻ? അത് സാധാരണ കെമിക്കൽ റിയാക്ഷൻ വിളിക്കുന്ന പേരാണ് റിയാക്ഷൻ. കെമിക്കൽ റിയാക്ഷൻ പ്രോസസ്സാണ് ഇവിടെ സംഭവിക്കുന്നത്. നോക്കിയേ, ഇൻ ദിസ് കേസ് ദർ ഈസ് എ ചേഞ്ച് ഇൻ മാസ് ഓഫ് സ്കാറ്റേർഡ് ആൻഡ് റിക്കോയിൽ പാർട്ടിക്കിൾസ്. രണ്ടിൻ്റെയും മാസുകൾക്ക് മാറ്റമുണ്ടാകും. ഇൻ സച്ച് എ കേസ് M1 ആൻഡ് M2 ആർ കോൾഡ് റിയാക്റ്റൻസ് ആൻഡ് M3 ആൻഡ് M4 ആർ കോൾഡ് പ്രോഡക്ട്സ്. അപ്പോൾ ഇത്തരം റിയാക്ഷനുകളിൽ റിയാക്ഷൻ നടക്കുമ്പോൾ നമ്മൾ പറയുന്നത് M1 M2 റിയാക്റ്റൻസ് എന്ന് പറയും, M3 M4 പ്രോഡക്ട്സ് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ഇലാസ്റ്റിക് കൊളീഷൻ, ഇൻഇലാസ്റ്റിക് കൊളീഷൻ ആൻഡ് റിയാക്ഷൻ. പടം ഓർത്തിരുന്നാൽ ആർക്കും ഈസി ആയിട്ട് എഴുതാവുന്നതാണ്. ഇനി നമ്മൾ കാണുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് കോഎഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ. കോഎഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ പറയും റെസിലിയൻസ് എന്ന് പറയും. റെസിലിയൻസ് RESILIENC. റെസിലിയൻസ് നമ്മൾ എന്നുള്ള സിമ്പിൾ വെച്ചാണ് അത് കാണിക്കുന്നത്. എന്താണ് വാക്ക്? റെസിലിയൻസ് അല്ലെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ. ഇപ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നതാണ് കോമൺ വാക്ക്. ആ ഡിഫൈൻ ചെയ്ത് എങ്ങനെയാണ്? മൈനസ് ഓഫ് റിലേറ്റീവ് വെലോസിറ്റി ആഫ്റ്റർ കൊളീഷൻ ബൈ റിലേറ്റീവ് വെലോസിറ്റി ബിഫോർ കൊളീഷൻ, ഓർ മൈനസ് ഓഫ് U2 - U1 ബൈ U2 - U1. അത് ഓർത്തിരിക്കാൻ വേണ്ടിയാണ് മൈനസ് പുറത്തിട്ട് കാണിച്ചത്. മൈനസ് പുറത്തിട്ടില്ല എങ്കിൽ നമ്മൾ ഒരു ടേമിൻ്റെ ന്യൂമറേറ്റർ അല്ലെങ്കിൽ ഡിനോമിനേറ്ററിൻ്റെ സൈൻ മാറ്റി എഴുതിയാൽ മതി. V1 - V2 ബൈ U2 - U1 അങ്ങനെ എഴുതിയാൽ മതി. പക്ഷേ രണ്ടും V2 U2 എന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ മൈനസ് പുറത്തിട്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പ്രത്യേകം ഓർത്ത് എഴുതാവുന്നതേ ഉള്ളൂ. റിലേറ്റീവ് വെലോസിറ്റി ആഫ്റ്റർ കൊളീഷൻ ബൈ റിലേറ്റീവ് വെലോസിറ്റി ബിഫോർ കൊളീഷൻ. റിലേറ്റീവ് വെലോസിറ്റി അറിയാമല്ലോ, 2 വസ്തുക്കൾ ഒരു ദിശയിൽ പോയാൽ റിലേറ്റീവ് വെലോസിറ്റി ഡിഫറൻസ് വെലോസിറ്റി. അപ്പോൾ ഇവിടെ 2 കൊളീഷന് മുൻപും പിൻപും പാർട്ടികൾ ഒരേ ദിശയിൽ പോകുന്നതായിട്ട് വിചാരിക്കണം. ഈ പുറകെ വരുന്ന പാർട്ടികൾ വേഗത്തിൽ വരുന്നത് കൊണ്ടാണ് മുന്നിലെ പാർട്ടിക്കിളിനെ കൊളൈഡ് ചെയ്യുന്നത് എന്ന് കരുതണം. അപ്പോൾ എന്താണ് കോഎഫിഷ്യന്റ് റെസ്റ്റിറ്റ്യൂഷൻ? ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് നെഗറ്റീവ് വാല്യൂ ഓഫ് ദ റേഷ്യോ ഓഫ് റിലേറ്റീവ് വെലോസിറ്റി ആഫ്റ്റർ കൊളീഷൻ ബൈ റിലേറ്റീവ് വെലോസിറ്റി ബിഫോർ കൊളീഷൻ മൈനസ് ഓഫ് V2 - V1 ബൈ U2 - U1. ഇതൊരു കാര്യമുണ്ട്. ഫോർ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷൻ ഈസ് ഇക്വൽ 1 ആൻഡ് ഫോർ ഇൻഇലാസ്റ്റിക് കൊളീഷൻ ഈസ് ഇക്വൽ 0. അപ്പോൾ വേറെ ചില കൊളീഷൻ ഉണ്ട്, ഇടക്കുള്ള കൊളീഷൻ, പാർഷ്യലി ഇലാസ്റ്റിക് ഓർ പാർഷ്യലി ഇൻഇലാസ്റ്റിക്. ഈ പാർഷ്യൽ എന്ന് വാക്കിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പാർഷ്യലി ഇലാസ്റ്റിക് എന്നോ അല്ലെങ്കിൽ പാർഷ്യലി ഇൻഇലാസ്റ്റിക് എന്നോ പറയാം. കാരണം പാർഷ്യലി ഇൻഇലാസ്റ്റിക് എന്ന് പറഞ്ഞാലും പാർഷ്യലി ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥമാണ്, ഇൻ ബിറ്റ്വീൻ കേസ്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ ഇലാസ്റ്റിക്കും ഇൻഇലാസ്റ്റിക്കും പറയും. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണെങ്കിൽ ഈ റെസിലിയൻസ് 1 ആയിരിക്കും, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആണെങ്കിൽ 0 ആയിരിക്കും. അപ്പോൾ ഒരു പാർഷ്യൽ ഇലാസ്റ്റിക് ആണെങ്കിൽ നമ്മൾ പറയും ഈസ് ഈക്വൽ ടു ഇൻ ബിറ്റ്വീൻ 1 and 0.5 ഒക്കെ വരാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കാം.
ഡിഫൈൻ കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ അതാണ് ഈ ഡെഫിനിഷനാണ് പഠിച്ചതേണ്ടത്, ഇമ്പോർട്ടൻറ്റ്. അടുത്തത് നമ്മൾ ഒരു പ്ലസ് ടു തിയറി, ഇവിടെ ചോദിക്കുന്ന തിയറിയാണ്. അപ്പോൾ തിയറിക്ക് മുമ്പ് അതിൻ്റെ ആ തിയറിയിലെ ഇക്വേഷൻ കണ്ട് പറയണം ആദ്യമേ തന്നെ. ഇക്വേഷൻ: വെലോസിറ്റീസ് ഓഫ് ബോഡീസ് ആഫ്റ്റർ ഇലാസ്റ്റിക് കൊളീഷൻ. രണ്ട് വസ്തുക്കൾ ഇലാസ്റ്റിക് ആയിട്ട് കൊളൈഡ് ചെയ്താൽ അവയുടെ വെലോസിറ്റി ആഫ്റ്റർ കൊളീഷൻ എന്താണ് എന്നുള്ളതാണ്. ഫ്രം ദ തിയറി ഓഫ് ഇലാസ്റ്റിക് കൊളീഷൻ, it can be proved that the velocities of bodies after collision are. ഇപ്പോൾ ഇലാസ്റ്റിക് കൊളീഷൻ കഴിഞ്ഞാൽ രണ്ട് വസ്തുക്കളുടെ വെലോസിറ്റി v1 ഉം v2 നമ്മൾ സൂചിപ്പിക്കും. അവ കാണുന്ന ഇക്വേഷനാണ് v1 is m1 minus m2 into u1 plus 2m2 u2 by m1 plus m2. അപ്പോൾ എങ്ങനെയാണ് എഴുതുന്നത്? വെലോസിറ്റി ഫസ്റ്റ് ബോഡി ആഫ്റ്റർ കൊളീഷൻ, അത് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. m1 minus m2, m1 തുടങ്ങേണ്ടത്. m1 minus m2 into u1 plus 2m2 u2 by m1 plus m2. v2 ആണെങ്കിൽ ആ എമ്മിൻ്റെ സ്ഥാനത്ത് m2 എഴുതിയാൽ മതി, യുവിൻ്റെ സ്ഥാനത്ത് u2 എഴുതിയാൽ മതി, അത്രയുള്ളൂ. അപ്പം അങ്ങനെ എന്ത് കിട്ടും നമുക്ക്? v2 is equal to m2 minus m1 u2 into u2 plus 2m1 u1 by m2 plus m1, which is also m1 plus m2. അപ്പോൾ രണ്ട് ഇക്വേഷൻ പഠിക്കാനായിട്ട് രണ്ടും കൂടി കാണാതെ പഠിക്കുന്നത്, ഒരെണ്ണം പഠിച്ചാൽ മതി, എന്നിട്ട് റീപ്ലേസ്മെൻറ്റ് നടത്തിയാൽ മതി. v1 is equal to m1 minus m2 into u1 plus 2m2 u2 by m1 plus m2. അപ്പോൾ അത് ആരംഭിക്കുന്നത് m1ലാണ്, u1 കൊണ്ട് ഗുണിക്കണം, പിന്നെ പ്ലസ് 2m2 u2. v2 പറയുമ്പോൾ m2ൽ ആരംഭിക്കണം, വെലോസിറ്റി u2. അങ്ങനെ റീപ്ലേസ്മെൻറ്റ് നടത്തിയാൽ മതി. വേർ m1 and m2 are the masses of the particles and u1 u2 initial velocities. v1 v2 final velocities. അപ്പോൾ ഇതൊരു തിയറി വരുന്നതാണ്. ആ തിയറി നമ്മൾ ഉടനെ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇക്വേഷൻ ഇപ്പോഴേ കാണാതെ പഠിക്കുക. These are the velocities of two particles after perfectly elastic collision. The velocities of two particles after perfectly elastic collision is shown in the figure. Velocities of two particles after perfectly elastic collision is written as v1 and v2. v1 is m1 minus m2 into u1 plus 2m2 u2 by m1 plus m2. v2 is equal to m2 minus m1 into u2 plus 2m1 u1 by m1 plus m2. ഒരെണ്ണം പഠിക്കുക, രണ്ടാമത്തത് അതുപോലെ റീറൈറ്റ് ചെയ്യാൻ പഠിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്: ഗീവ് എക്സ്പ്രഷൻസ് ഫോർ ദി വെലോസിറ്റീസ് ഓഫ് ടു ബോഡീസ് ആഫ്റ്റർ ഡയറക്റ്റ് കൊളീഷൻ ഓർ ഡയറക്റ്റ് ഇൻ ഇലാസ്റ്റിക് കൊളീഷൻ. അപ്പോൾ ഇത് തന്നെ ഈ ഇക്വേഷൻ കാരണം നമ്മൾ തിയറി ആയിട്ട് പഠിക്കുകയാണ്. കാരണം ഇത് ശരിക്കും നമ്മൾ സിലബസിന് മെൻഷൻ ചെയ്തിട്ടില്ല എങ്കിലും ഇത് ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പഠിപ്പിക്കുന്നത്. ഇത് പ്ലസ് 1 ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. പിന്നെ അതിവിടെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുകയാണ്. കാരണം ഇത് ഈ മുകളിൽ കാണുന്ന ഇക്വേഷൻ അത് വെച്ച് പ്രോബ്ലം നമുക്കിവിടെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തിയറി ഒരു പ്രാവശ്യം ഈ അടുത്ത കാലത്ത് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആ തിയറി കൂടി ഒന്ന് പറയുകയാണ്. വളരെ ഈസി ആയിട്ടുള്ള തിയറിയാണ്. ഈ ഇലാസ്റ്റിക് കൊളീഷനിൽ ആഫ്റ്റർ കൊളീഷൻ രണ്ട് വസ്തുക്കളുടെയും വെലോസിറ്റി കാണുന്ന രീതി, ആ ഫോർമുല പഠിക്കുന്ന രീതി, നമ്മൾ മുകളിൽ പറഞ്ഞ ഫോർമുല പഠിക്കുന്ന രീതിയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ തിയറി ഓഫ് ഇലാസ്റ്റിക് കൊളീഷൻ ഓഫ് ഇൻ വൺ ഡയമെൻഷൻ, അതാണ് ടൈറ്റിൽ. In this, the colliding bodies move along a straight line before and after collision. അപ്പോൾ ഈ ഡയറക്റ്റ് കൊളീഷനകത്ത്, ഈ ഇലാസ്റ്റിക് കൊളീഷനകത്ത് രണ്ട് വസ്തുക്കളും ഈ ഒരേ ദിശയിൽ പോകുന്നതായിട്ട് കരുതണം. കൺസിഡർ ടു ബോഡീസ് എ ആൻഡ് ബി ഓഫ് masses m1 and m2 moving along a straight line with the velocities u1 and u2 respectively. Let us assume that u1 is greater than u2, എന്നാലേ കൂട്ടിമുട്ടുള്ളൂ. After a head-on collision, their velocities are v1 and v2 along the same initial direction. കൊളീഷന് ശേഷം രണ്ട് വസ്തുക്കളും ഒരേ ദിശയിൽ പോകുന്നതായിട്ട് ചിന്തിക്കണം. അപ്പോൾ ആദ്യ രണ്ട് പാർട്ടിക്കിൾ അവ ഒന്ന് കൂട്ടിമുട്ടുന്നതാണ് കാണിച്ചിരിക്കുന്നത്. കൂട്ടിമുട്ടിക്കഴിഞ്ഞാൽ അവ രണ്ട് ഒരേ ഡയറക്ഷനിൽ പോകുന്നതാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഇലാസ്റ്റിക് കൊളീഷൻ ആകുമ്പോൾ മൊമെൻറ്റം കൺസർവ്ഡ്, കെ കൺസർവ്ഡ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇലാസ്റ്റിക് കൊളീഷൻ ആണെങ്കിൽ മൊമെൻറ്റം കൺസർവ്ഡ്, കെ കൺസർവ്ഡ്. അപ്പോൾ നമ്മൾ എഴുതും ആദ്യം മൊമെൻറ്റം കൺസർവേഷൻ. ടോട്ടൽ മൊമെൻറ്റം ബിഫോർ കൊളീഷൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷൻ, ദാറ്റ് ഈസ് m1 into u1 plus m2 u2 ഈക്വൽ ടു m1 v1 plus m2 v2. നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യണം. അതായത് m1 രണ്ടും ഒരു സൈഡിൽ കൊണ്ടുവരണം, m2 രണ്ടും
M1 ഒരു സൈഡിൽ കൊണ്ടുവരണം, M2 റൈറ്റ് സൈഡിൽ കൊണ്ടുവരണം, എന്നിട്ട് അവ കോൺ ഫാക്ടറായിട്ട് എടുക്കണം. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ M1 ഇൻറ്റു U1 മൈനസ് V1 ഈസ് M2 ഇൻറ്റു V2 മൈനസ് U2 എന്ന് കിട്ടും. ഇനി ഇലാസ്റ്റിക് കൊളീഷനിലെ K ഈസ് ഓൾസോ കൺസർവ്ഡ്. K before collision is K after collision. Therefore, half M1 U1 square plus half M2 U2 square is equal to half M1 V1 square plus half M2 V2 square എന്ന് എഴുതാം. രണ്ട് പാർട്ടിക്കിൾസിനും ഹാഫ് വെട്ടിപ്പോവും. പഴയപടി M1 രണ്ടും ഒരു സൈഡിലും M2 ടേം രണ്ടും ഒരു സൈഡിൽ മറ്റേ സൈഡിൽ കൊണ്ടുവരണം. അപ്പോൾ M1 ഇൻറ്റു U1 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ ഈക്വൽ ടു M2 ഇൻറ്റു V2 സ്ക്വയർ മൈനസ് U2 സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ M1 ഇൻറ്റു നമുക്ക് ഇത് A സ്ക്വയർ മൈനസ് B സ്ക്വയർ എന്നുള്ള ആൾജിബ്രായിക് ഐഡൻറ്റിറ്റി വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പറയാം. അങ്ങനെ പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് M1 ഇൻറ്റു U1 പ്ലസ് V1 ഇൻറ്റു U1 മൈനസ് V1 ഈക്വൽ ടു M2 ഇൻറ്റു V2 പ്ലസ് U2 ഇൻറ്റു V2 മൈനസ് U2 എന്ന് കിട്ടും. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ഇക്വേഷൻ, അഞ്ചാമത്തെ ഇക്വേഷനായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ അഞ്ചാമത്തെ ഇക്വേഷൻ രണ്ടാമത്തെ ഇക്വേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ അഞ്ചാമത്തെ ഇക്വേഷൻ ഇപ്പോൾ പറഞ്ഞല്ലോ നമ്മൾ ഈ കാണുന്നത്. രണ്ടാമത്തെ ഇക്വേഷൻ എന്താ കാണുന്നതാണ്? ആ വെലോസിറ്റി റീഅറേഞ്ച് ചെയ്ത മൊമെൻറ്റം റീഅറേഞ്ച് ചെയ്ത ഇക്വേഷൻ. അപ്പോൾ രണ്ടും കൂടി ഭാഗിക്കണം. ഡിവൈഡിങ് ഇക്വേഷൻ 5/2. അപ്പോൾ നമുക്ക് കിട്ടുന്നത് M1 പ്ലസ് V1 ഈസ് ഈക്വൽ ടു എവിടെയല്ല U1 പ്ലസ് V1. U1 പ്ലസ് V1 ഈസ് ഈക്വൽ U2 പ്ലസ് V2 പ്ലസ് U2. അപ്പോൾ U രണ്ട് ഒരു സൈഡില്ല. U1 മൈനസ് U2 ഈസ് ഈക്വൽ ടു V2 മൈനസ് V1. ദാറ്റ് ഇസ് മൈനസ് ഓഫ് U1 മൈനസ് V2. അങ്ങനെ കിട്ടും. അപ്പോൾ എന്താണ് ഇത്? റിലേറ്റീവ് വെലോസിറ്റി ബിഫോർ കൊളീഷൻ ഈസ് റിലേറ്റീവ് വെലോസിറ്റി ആഫ്റ്റർ കൊളീഷൻ എന്ന് പറയും ന്യൂമറിക്കലി. റിലേറ്റീവ് വെലോസിറ്റി ബിഫോർ കൊളീഷൻ ഈസ് റിലേറ്റീവ് വെലോസിറ്റി ആഫ്റ്റർ കൊളീഷൻ അങ്ങനെ തെളിയിക്കാൻ പറയും. This equation shows that relative velocity of approach before collision is equal to relative velocity after collision. അതാണ് ഇക്വേഷൻ. അങ്ങനെ ചോദിക്കാൻ കേട്ടോ. ഷോ ദാറ്റ് ഇൻ ഡയറക്റ്റ് ഇലാസ്റ്റിക് കൊളീഷൻ റിലേറ്റീവ് വെലോസിറ്റി ബിഫോർ കൊളീഷൻ ഈസ് ഈക്വൽ ടു റിലേറ്റീവ് വെലോസിറ്റി ആഫ്റ്റർ കൊളീഷൻ. അപ്പോൾ നമ്മൾ പറയേണ്ടത് U1 മൈനസ് U2 ഈസ് ഈക്വൽ മൈനസ് ഓഫ് U1 മൈനസ് V2 എന്ന് ആണ് പറയേണ്ടത്. ഇനി നമുക്ക് ആ നേരത്തെ പറഞ്ഞ ഇക്വേഷനല്ലേ V1 ഉം V2 അവ രണ്ടും കാണുന്ന രീതി പറയുകയാണ്. ഇക്വേഷൻ 6 ക്യാൻ ബി റിട്ടൺ ആസ് 6ലേക്ക് നോക്കുക. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ V2 ഒരു ഇക്വേഷൻ പറയണം. V2 ഈസ് ഈക്വൽ U1 മൈനസ് U2 പ്ലസ് V1. ഇക്വേഷൻ 6 ഈ മുകളിൽ കാണുന്ന ഇക്വേഷൻ. അതിൽ നിന്ന് നമ്മൾ V2 പറയും. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ വാല്യൂ ഓഫ് V2 ഇൻ ഇക്വേഷൻ 2. ഈ V2ൻ്റെ വില ഇക്വേഷൻ നമ്പർ 2-നകത്ത് കൊടുക്കുക. 2 നമുക്കറിയാമല്ലോ, നേരത്തെ കണ്ടതാണ്. അതിനകത്ത് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് M1 ഇൻറ്റു U1 minus V1 is M2 into U1 minus U2 plus V1 minus U2 എന്ന് പറയും. U2 that is the value. That we again simplify. That is M1 U1 minus M1 V1 is equal to M2 U1 minus M2 U2 plus M2 V1 minus M2 U2. That is M1 U1 minus M2 U1 is equal to നമ്മൾ U1 ടേം രണ്ട് ഒരു സൈഡിൽ കൊണ്ടുവരും. ഇസ് ഈക്വൽ ടു മറ്റേ സൈഡിൽ നമ്മൾ മൈനസ് 2 M2 U2 പ്ലസ് M2 V1 പ്ലസ് M1 V1 എന്ന് പറയും. എന്നിട്ട് അതുകൂടി ഇപ്പുറത്ത് കൊണ്ടുവരാവുന്നതാണ്, ഇതിലൊന്ന് കൂട്ടി കാണിച്ചതേ ഉള്ളൂ. എന്നിട്ട് V1 റൈറ്റ് സൈഡിൽ നമ്മൾ കോൺ ഫാക്ടർ എടുക്കും. അപ്പോൾ M1 മൈനസ് M2 ഇൻറ്റു U1 പ്ലസ് 2M2 U ഈക്വൽ 2M2 U2 ആണ് കേട്ടോ. U2 എഴുതണേ, അവിടെ 2 തെളിഞ്ഞിട്ടില്ല. ഈക്വൽ ടു M2 പ്ലസ് M1 V1. അപ്പോൾ V1 കാണുമ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്യണം. V1 കാണുമ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ V1 ഈസ് M1 മൈനസ് M2 ബൈ M പ്ലസ് M2 ഇൻറ്റു U1, അല്ലെങ്കിൽ M1 മൈനസ് M2 ഇൻറ്റു U1 ബൈ U1 പ്ലസ് 2M2 U2 ഓൾ ബൈ ഇട്ട് കൊടുത്താൽ മതി. ഓൾ ബൈ M1 പ്ലസ് M2 അങ്ങനെ എഴുതിയാൽ മതി. ഒറ്റ ടൈമായിട്ട് നമുക്ക് കോൺഫാക്റ്റായിട്ട് ഈ കോൺഫാക്റ്റായിട്ട് M1 പ്ലസ് M2 എടുക്കാവുക താഴെ. അപ്പോൾ M1 മൈനസ് M2 ഇൻറ്റു U1 പ്ലസ് 2M2 U2 ഓൾ ബൈ M1 പ്ലസ് M2 അങ്ങനെ എഴുതിയാൽ മതി. Similarly, V2 can be obtained from equation 2 and 6 for changes. For this changes suffix
of m and u from 1 to 2 and 2 to 1 in equation 7. ഇപ്പം മുകളിൽ ഇക്വേഷനകത്ത് 2 1 ആക്കുക, 1 എന്നുള്ളത് 2 ആക്കുക. അപ്പോൾ v2 is equal to m2 minus m1 into u2 plus 2m1 u1 all by ഒറ്റ വയ്യായിട്ട് കൊടുത്താലും മതി m1 plus m2. These are the velocities. അങ്ങനെ വെലോസിറ്റി നമുക്ക് കിട്ടും. നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷൻ തന്നെയാണ്. ഇനി 2 കേസുണ്ട് ഇതിന്. അതായത് ഒരു കേസ് ഓൺ ഡിസ്കഷനാണ് കേട്ടോ. ലെറ്റ് ബോത്ത് ബോഡീസ് ഹാവ് സെയിം മാസ്, ദാറ്റ് ഈസ് m1 ഈസ് m2. ഈ 2 വസ്തുക്കൾക്ക് ഒരേ മാസാണെങ്കിൽ എന്താണ് ഇവിടെ സംഭവിക്കുക? അപ്പോൾ അങ്ങനെയാണെങ്കിൽ v1 ഈസ് ഈക്വൽ ടു ആ v1ൻ്റെയും v2ൻ്റെയും ഇക്വേഷനകത്ത് നമുക്ക് ഒരേ മാസ് കൊടുക്കുകയാണ്. ഒരേ മാസ് m1 ഈസ് m2 എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാ സ്ഥലത്തും m1 പോലെ m2 കൊടുക്കാം, അല്ലെങ്കിൽ m2 പോലെ m1 കൊടുക്കാം. അങ്ങനെ കൊടുത്താൽ v1 ഈസ് ഈക്വൽ ടു 0 പ്ലസ് ആദ്യത്തെ 0 ആയി പോകും. 2m2 by 2m2 into u2, that is v1 is u2. From equation number 8 we get v2 is 0 plus 2m1 by 2m1 into u1, v1 is u1. v2 is u1. എന്താണ് അർത്ഥം? വസ്തുക്കൾ അവയുടെ വെലോസിറ്റികൾ ഇൻ്റർചേഞ്ച് ചെയ്യും. ഇപ്പോൾ 10ലും 5ലും വെലോസിറ്റിയിൽ വരുന്ന വസ്തുക്കളാണെങ്കിൽ കൂട്ടിമുട്ടുമ്പോൾ 5ഉം 10ഉമായിട്ട് മാറും. വെലോസിറ്റികൾ വസ്തുക്കൾ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യും. അതാണ് ഈ തിയറിയുടെ അർത്ഥം. 2 മാസ് തുല്യമാണെങ്കിൽ. Thus when two bodies of equal masses collide, they exchange their velocities after collision in one-dimensional elastic collision. one-dimensional elastic collisionൽ ഈ വസ്തുക്കൾ അവയുടെ വെലോസിറ്റികൾ പരസ്പരം കൈമാറും ഈ മാസുകൾ 2 തുല്യമാണെങ്കിൽ. നമ്മളിത് എക്സിബിഷൻ കാണുന്നതാണ്. എക്സിബിഷനകത്ത് ഇങ്ങനെ ഒരു ട്യൂബിനകത്ത് ഒരു ഗ്ലാസ് ട്യൂബായിരിക്കും, നമുക്ക് കാണാൻ പറ്റുന്ന പോലെ. ഗ്ലാസ് ട്യൂബിനകത്ത് അനേകം ബോളുകൾ വെച്ചിരിക്കും. എന്നിട്ട് സൈഡിൽ ഒരു വെർട്ടിക്കൽ പൈപ്പ് കാണും. നമുക്ക് ബോൾ ഡ്രോപ്പ് ചെയ്യാം. ആ ഡ്രോപ്പ് ചെയ്യുന്ന ബോൾ വന്ന് ഈ ട്യൂബിനകത്തിരിക്കുന്ന ബോളുകൾ കൊള്ളുമ്പോൾ അത് സ്റ്റോപ്പാകും. പക്ഷേ ഇപ്പുറത്തെ ഫ്രണ്ടിലുള്ള ബോൾ ആ വെലോസിറ്റിയെ മുന്നോട്ട് ചലിക്കും. അങ്ങനെയാണ്. ഇപ്പം 5 ബോൾ ഒരു ട്യൂബിനകത്തിരിക്കുകയാണ്. മുകളിൽ നിന്ന് ഒരു സൈഡിൽ കൂടി ഒരു ബോൾ നമ്മൾ കൊണ്ടുവന്ന് ഇടിപ്പിച്ചാൽ ആ ബോൾ റെസ്റ്റിലാകും. ഈ ട്യൂബിനകത്തിരിക്കുന്ന ഫസ്റ്റ് ബോൾ അത് ഒരു വെലോസിറ്റി മുന്നോട്ട് ചലിക്കും. അതാണ് ഈ തിയറിയുടെ അർത്ഥം. ഇനി ഒരു കേസ് 2 ഉണ്ട്. കേസ് 2 എന്ന് പറഞ്ഞാൽ എന്താ? ദ സെക്കൻഡ് ബോഡി ബി അറ്റ് റെസ്റ്റ്, ദാറ്റ് ഇസ് u2 0. അത്തരം കേസുകൾ സംഭവിക്കും. സെക്കൻഡ് ബോഡി, അതായത് ടാർഗറ്റ് ബോഡി റെസ്റ്റിലാണെങ്കിൽ എന്താണ് സംഭവിക്കുക? ദെൻ v1 ഈസ് ഈക്വൽ ടു u2 0 ആണല്ലോ. അപ്പോൾ സെക്കൻഡ് ടൈം കാണത്തില്ല. v1 ഈസ് ഈക്വൽ m1 minus m2 by m1 plus m2 u1 and v2 is 2m1 by m1 plus m2 into u1. രണ്ട് മാസം തുല്യമാണെങ്കിൽ എന്ത് കിട്ടും? v1 is 0, v2 is u1. അപ്പോൾ രണ്ടാമത്തെ റെസ്റ്റിലാണ്, ഒന്നാമത്തെ മാത്രം ചലിക്കുന്നു. 2 മാസം തുല്യമാണെങ്കിൽ ആ ഒന്നാമത്തെ വെലോസിറ്റി 0 ആകും. രണ്ടാമത്തെ വെലോസിറ്റി ഒന്നാമത്തതിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി ആയിട്ട് മാറും. v2 is u1. The first body is stopped and the second body moves off with the velocity of the first. ഒന്നാമത്തെ വസ്തു സ്റ്റോപ്പാകും. രണ്ടാമത്തെ വസ്തു ഒന്നാമത്തതിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റിയിൽ മുന്നോട്ട് ചലിക്കും. അതാണ് അർത്ഥം. അപ്പം അതിൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. എസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അത് പഠിച്ചുകൊള്ളാം. ഈ +1 പഠിക്കുന്നതെല്ലാം ഇവിടെ സിലബസ് ആണെന്ന് ഓർത്തുകൊള്ളാം. പക്ഷെ ഇത് അങ്ങനെ മാത്രമല്ല, ഇത് ക്വസ്റ്റ്യനായിട്ട് നമുക്ക് ചോദിച്ചതാണ്. തിയറി ഓഫ് ഇലാസ്റ്റിക് കൊളീഷൻ ഇൻ 1 dimension. ആ വെലോസിറ്റി v1ഉം v2ഉം കണ്ടുപിടിക്കുന്ന തിയറി. Give the theory of elastic collision and obtain expression for velocities of two bodies after collision. Of the bodies after collision. And correct velocities of the bodies after collision. And this is the 24th lecture of classical mechanics. And this is the first lecture from chapter 4 collisions. We continue in the next class. Thank you.